അവന്റെ തോന്നിവാസങ്ങൾ ഇവിടെയുള്ള രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും കാണിക്കുന്നു. 2 പിഞ്ച് വിദ്യാർത്ഥികളെ TC നൽകി ഈ സ്കൂളിന് പുറത്താക്കിയിരിക്കുന്നു. ഈ മടവൂർ സെൻട്രൽ സ്കൂളല്ല, സെൻട്രൽ ജയിൽ എന്ന് വേണം ഇതിന്റെ പേര് മാറ്റുവാൻ. ഇവന്റെ അഹങ്കാരത്തിന് മുന്നിൽ, ഇവന്റെ വാശയ്ക്ക് മുന്നിൽ 2 പിഞ്ച് വിദ്യാർത്ഥികളെ TC നൽകി ഈ സ്കൂളിന് പുറത്താക്കിയിരിക്കുന്നു. എന്തായാലും ശരി, ഈ വിഷയത്തിൽ നീതി കിട്ടുന്നതിന് വേണ്ടി ആ കുടുംബം, ആ വിദ്യാർത്ഥികൾ പള്ളിക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരിക്കുകയാണ്. എൻ്റെ ഭർത്താവ് വിദേശത്താണ്. എനിക്ക് 9ഉം 6ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. മടവൂർ സെൻട്രൽ സ്കൂളിൽ 3rd സ്റ്റാൻഡേർഡിലും UKGയിലുമാണ് എൻ്റെ മക്കൾ പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതേ സ്കൂളിൽ PTA മീറ്റിംഗ് ആയിരുന്നു. ഈ മീറ്റിംഗിൽ സ്കൂളിലെ പ്രവൃത്തികളെക്കുറിച്ചുള്ള പരാതികൾ പറഞ്ഞതിന്റെ പേരിൽ എൻ്റെ മകനെ ഓഫീസിൽ വിളിപ്പിച്ച് ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുകയും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് പൈസ ആവശ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ അത് നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എൻ്റെ കുട്ടികളെ അക്കാഡമിക് ഇയർ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞ ദിവസം TC നൽകി പുറത്താക്കുകയായിരുന്നു. ഇതേ തുടർന്ന് എനിക്കും എൻ്റെ കുട്ടികൾക്കും വളരെ മാനസികമായി ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. ഈ അധ്യയന വർഷം അവസാനിക്കാൻ 3 മാസമാണ് ഇനിയുള്ളത്. പുതിയ മാനേജറായി വന്ന കാർവർണൻ എന്ന വ്യക്തിയാണ് എന്നോട് വളരെ മോശമായി സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തത്. ഇത്തരത്തിലാണ് ഈ വിദ്യാർത്ഥികളുടെ മാതാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രകാരം എത്രയും വേഗം പരിഹാരം ഉണ്ടാകണമെന്നും ഈ മാതാവ് അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കാർവർണൻ എന്ന് പറയുന്ന ഇവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണം. ഈ വിദ്യാർത്ഥികളെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ മാതാവ് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഈ മാതാവിനെ പോലും ഈ സ്ത്രീയെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും ശരി, ഈ ഒരു വിഷയത്തിൽ ഈ പള്ളിക്കൽ നാട് മുഴുവൻ ഇളകിയിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യ മാത്രമല്ല, അവർക്ക് വിവരം കൂടി പറഞ്ഞു കൊടുക്കേണ്ട, അല്ലെങ്കിൽ പകർന്നു കൊടുക്കേണ്ട ഒരു സ്ഥാപനമാണ് വിദ്യാലയം. വിവരം ലേശമില്ലാത്ത, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് എങ്ങനെ സംസാരിക്കണമെന്നറിയാതെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോട് എങ്ങനെ സംസാരിക്കണം എന്ന് അറിയാത്ത ഒരു കാർവർണന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ, ഇവന്റെ അഹങ്കാരത്തിന് മുന്നിൽ 2 വിദ്യാർത്ഥികളെ TC നൽകി പുറത്താക്കിയിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടപടിയെടുത്തേ തീരോ, നടപടിയെടുക്കണം. കാര്യം ഈ പ്രിൻസിപ്പളിന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ, ഇവന്റെ അഹങ്കാരത്തിന് മുന്നിൽ, ഇവന്റെ വാശയ്ക്ക് മുന്നിൽ മടവൂർ സെൻട്രൽ സ്കൂള് വിദ്യാർത്ഥികളില്ലാതെ, അധ്യാപകരില്ലാതെ ഒരു സ്മാരകമായി തന്നെ ഇവിടെ ഇങ്ങനെ തുടരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം രജിത് കാര്യത്തിൽ, വിസ്മയ ന്യൂസ്.